മലമ്പുഴ ഗാർഡൻ വികസന അനാസ്ഥയ്ക്കെതിരെ മലമ്പുഴ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം നടത്തി. മലമ്പുഴ ഗാർഡൻ നവീകരണ പ്രവർത്തനം ഉടൻ പൂർത്തിയാക്കുക, ഗാർഡൻ സന്ദർശകർക്ക് തുറന്നുകൊടുക്കുക, മലമ്പുഴയുമായി ബന്ധപ്പെട്ട് ഉപജീവനം നടത്തുന്ന കുടുംബങ്ങളുടെ പട്ടിണിക്ക് പരിഹാരം കാണുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മലമ്പുഴ ഗാർഡന് മുൻപിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചത്. കഴിഞ്ഞ 9 മാസമായി യാതൊരുവിധ പുരോഗതിയും നവീകരണ പ്രവർത്തനങ്ങളിൽ ഉണ്ടാവാത്തതിൽ യോഗം ശക്തമായി പ്രതിഷേധിച്ചു. യോഗത്തിൽ തുടർ സമരപരിപാടികൾ നടത്തുന്നതിനായി ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു. കേരള സർവോദയ മണ്ഡലം ജില്ലാ പ്രസിഡന്റ് വിളയോടി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. മലമ്പുഴയുടെ ഇവിടുത്തെ കച്ചവടക്കാരുടെയോ ഓട്ടോറിക്ഷക്കാരുടെയോ തദ്ദേശവാസികളുടെ മാത്രം ഒരു പ്രശ്നമല്ല അത്. ഇത് കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെ ഒരു ആശാകേന്ദ്രമാണ് മലമ്പുഴ. അപ്പോൾ ആ മലമ്പുഴ, കേരളം ഉറ്റുനോക്കുന്ന ഈ മലമ്പുഴ ഡാമും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിൻ്റെ നവീകരണങ്ങൾ, പ്രത്യേകിച്ച് ഗാർഡൻ, പൂന്തോട്ടങ്ങൾ, അതിൻ്റെ ഉള്ളിലെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് 1 വർഷമായിട്ട് അതിൻ്റെ നവീകരണ പ്രവർത്തനം 1 വർഷമായിട്ട് നോക്കൂത്തിയായി നിൽക്കുകയാണ്. നോക്കൂത്തിയല്ല, നമ്മൾ സർക്കാരിൻ്റെ ഏതൊരു പദ്ധതി നടപ്പാക്കുമ്പോൾ ജനം കാഴ്ചക്കാരായി നിൽക്കരുത് എന്നാണ് പറയുന്നത്, എഴുതി വയ്ക്കും ഇത്. അപ്പോൾ കാഴ്ചക്കാരായിട്ട് മലമ്പുഴയിൽ ആളുകൾ നിൽക്കില്ല. ജനങ്ങൾ നോക്കുക തന്നെ ചെയ്യും, ഇടപെടുക തന്നെ ചെയ്യും, ശബ്ദിക്കുക തന്നെ ചെയ്യും. മലമ്പുഴ സംരക്ഷണ സമിതി സെക്രട്ടറി സന്തോഷ് മലമ്പുഴ അധ്യക്ഷനായി. മലമ്പുഴ സംരക്ഷണ സമിതി പ്രസിഡന്റ് പി ഗോപാലൻ, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മലമ്പുഴ യൂണിറ്റ് പ്രസിഡന്റ് യു ഇബ്രാഹിം, ടി പി കനകദാസ്, പി ആന്റണി റോബർട്ട്, ഷാൻഡി ടോമി, പി കമലാധരൻ, കെ ചന്താമരാക്ഷൻ എന്നിവർ സംസാരിച്ചു. UTV ന്യൂസ്, പാലക്കാട്.